പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈശോ ഒരു ചെറുപ്പക്കാരനെ നയിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ബധിരനും മൂകനുമായ ചെറുപ്പക്കാരൻ്റെ അനുഭവത്തിലൂടെയാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അയാളെ സൗഖ്യത്തിലേക്ക് കടത്തിവിടുവാനായിട്ട് കർത്താവ് ചെയ്യുന്ന ആദ്യത്തെ നടപടി ജനക്കൂട്ടത്തിൽ നിന്നും അയാളെ മാറ്റി നിർത്തുകയായിരുന്നു, ലോകത്തിൽ നിന്നും. രണ്ടാമത്, അയാളുടെ ചെവികളിൽ വിരലുകൾ ഇട്ടുവെന്ന് പറയുമ്പോൾ ദൈവത്തെ കേൾക്കുവാൻ അയാളെ തയ്യാറാക്കി എടുക്കുകയാണ്. എഫാത്ത എന്ന സൗഖ്യത്തിൻ്റെ മൊഴി അയാളുടെ ഹൃദയത്തിൽ എത്തിച്ചേരുവാനായിട്ട് അയാളുടെ ആ ചെവികളെ കർത്താവ് ഒന്ന് തുറന്നെടുക്കുകയായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ഇന്നലെ വളരെ വിശദമായിട്ട് റബേക്കായിലൂടെയൊക്കെ ചിന്തകളെ നയിച്ച് നമ്മൾ അതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടതാണ്. നമ്മൾ ഈ 3-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വചനഭാഗം നൽകുന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. കർത്താവ് ഈ മകനെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്ന 3-ാമത്തെ നടപടി തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ തൊടുകയാണ്. തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ തൊടുകയാണ്. ഈ തുപ്പലുകൊണ്ട് തൊടുക എന്ന് പറയുമ്പോൾ നാവിൽ ഈശോ കൈവച്ചിട്ട് ആ വിരലുകൾ കൊണ്ട് അവൻ്റെ നാവിൽ തൊട്ടു എന്നല്ല. നാവിനോട് മുട്ടിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ 3-ാമത്തെ നടപടിയായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ലിപ് ലോക്ക് കിസ്സിങ്, ചുണ്ടുകളോട് ചേർത്തുള്ള അതിവിശുദ്ധമായ ഒരു ചുംബനം. പ്രിയമുള്ളവരെ, ഈ ഇൻറ്റിമസി എന്ന അനുഭവത്തിലാണ്, ഈ ഹൃദ്യമായ വ്യക്തിപരമായ ഒരു ദൈവബന്ധത്തിലാണ് അയാൾ സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടുക. നമ്മുടെയൊക്കെ ആത്മീയ യാത്രയിൽ ഈ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, ദൈവത്തോട് ഒരു ഇൻറ്റിമസി, ഒരു വ്യക്തിപരമായ ബന്ധം പുലർത്തുവാനുള്ള ഏറ്റവും വലിയ സാധ്യതയാണ് വിശുദ്ധ കൗദാശിക ജീവിതം. പ്രത്യേകിച്ച് ഓരോ ദിവസവും നമുക്ക് മുമ്പിൽ ദൈവം കടന്നു വരുന്ന ഒരു വിശുദ്ധ കുർബാന, ഈ ദൈവവുമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു ഇൻറ്റിമസിയാണ് വ്യക്തിപരമായ, ഹൃദയപരമായ ഒരു ബന്ധത്തിൻ്റെ അനുഭവമാണ്. സൗഖ്യത്തിലേക്കുള്ള ഈ 3-ാമത്തെ നടപടിയും നമ്മുടെ ധ്യാന ചിന്ത ഒരുപാട് നമ്മളെ ഈ വിശുദ്ധ അനുഭവങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊരു വിശുദ്ധ ചിന്തയെ സ്വന്തമാക്കിയെടുക്കാം. ലോകത്തിലേക്ക് വല്ലാണ്ട് അടുപ്പത്തിലാകുന്ന നമ്മുടെ യാത്രകളെ ദൈവത്തിലേക്ക് എങ്ങനെ കൃത്യമായിട്ടും ഒട്ടിച്ചു നിർത്തുവാനായിട്ട് പറ്റും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കുറിക്കപ്പെടുന്ന കുറേയധികം സംഭവങ്ങൾ നമുക്കറിയാം. അതിൽ വളരെ ശ്രദ്ധേയമായൊരു സംഭവമാണ് ഒരു സമറയാക്കാരിയുടെ ജീവിതത്തിൽ വരുന്ന വ്യതിയാനം. 6ഓളം ചെറുപ്പക്കാരുടെ പിന്നാലെ പോയ ഒരാളെ ദൈവത്തിൻ്റെ വഴിയിലേക്കും ദൈവത്തിൻ്റെ വിളിയിലേക്കും ചേർത്ത് കൊണ്ടുവരുന്ന ക്രിസ്തുവിൻ്റെ നടപടിക്രമം. ക്രിസ്തു ഈ പെൺകുട്ടിയെ അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്നത് മനോഹരമായ, ഹൃദ്യമായ ഒരു സംഭാഷണത്തിലൂടെയാണ്. ആ സംഭാഷണം പുരോഗമിച്ച് അത് അവസാനിക്കുന്ന ഘട്ടത്തിൽ ഈ പെൺകുട്ടി ദൈവവുമായി വളരെ അടുത്ത ഒരു ബന്ധത്തിലെത്തുന്ന കഥയുണ്ട്. നമുക്ക് ഈ സുവിശേഷ സംഭവത്തിൻ്റെ ആ വഴികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ
4-ാമത്തെ അധ്യായത്തിൽ ഒരു കിണറിൻ്റെ തീരത്ത് വെച്ചാണ് ഈശോ ഈ പെൺകുട്ടിയുമായിട്ട് തൻ്റെ സംഭാഷണം ആരംഭിക്കുക. ഈശോയുടെ കൂടെ എപ്പോഴുമുണ്ട് 12 അപ്പസ്തോലന്മാർ. 12+1 13 പേര് കൂടെ ഒരു പെൺകുട്ടിയോട് മിണ്ടാൻ ചെന്നാൽ നടപ്പുള്ള കാര്യമല്ല. അതുകൊണ്ട് ഈശോ 12 പേരെ ഒന്ന് ഒഴിവാക്കി ഭക്ഷണം വാങ്ങാൻ അവരെ യാത്രയാക്കിയിട്ട് ഈ പെങ്കൊച്ചുമായിട്ട് സംസാരം ആരംഭിക്കുകയാണ്. ഇവര് ഭക്ഷണം വാങ്ങാൻ പോയി, അവർ ഭക്ഷണം കഴിച്ചു, കർത്താവിനുള്ള ഭക്ഷണവും വാങ്ങി തിരികെ എത്തുമ്പോഴേക്കും ഈ പെൺകുട്ടി അടിമുടി മാറിപ്പോവുകയാണ്. എങ്ങനെയാണ് ഈ സമറയാക്കാരിയുടെ ജീവിതത്തിൽ വ്യത്യാസം വരിക? അവൾ കൃത്യമായിട്ടും ക്രിസ്തുവുമായിട്ട് ഒരു ഇൻറ്റിമസിയിലെത്തുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ വിശുദ്ധ കുർബാന. ഒരു കുർബാനയുടെ സമയത്ത് എത്രയോ പേര് അനുഗ്രഹിക്കപ്പെടുക, ക്രിസ്തുവുമായിട്ട് വലിയ ഇൻറ്റിമസിയിൽ പോലും വരിക. വ്യക്തിപരമായി പരിചയമുള്ള ഒരു കുടുംബിനി പങ്കുവെച്ച ഒരനുഭവം മനസ്സിൽ എപ്പോഴുമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് കുർബാനയിലാകുമ്പോൾ മിഴി തുറക്കാറില്ല. മിഴി പൂട്ടി നിന്നുകൊണ്ട് ആ കുടുംബിനെ കുർബാനയിൽ പങ്കെടുക്കാറുള്ളൂ. കാരണം അതുപോലെ ഈശോയുമായിട്ട് ഒരു ഇൻറ്റിമസി ഉണ്ട് എന്ന് ജീവിതത്തിലെ ഒരുപാട് സംഘർഷങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, സാധാരണത്വത്തിലൂടെ കടന്നു പോകുന്ന ഈ കുടുംബിനെ പങ്കുവെക്കുമ്പോൾ കുർബാനയുടെ മഹനീയത, നമ്മളൊക്കെ അലസമായും അവിടെയും ഇവിടെ ഇരുന്നൊക്കെ ഈ വിശുദ്ധ കുർബാന അർപ്പണം നടത്തുമ്പോൾ വലിയൊരു അപരാധമാണ് ഈ അൾത്താരയോട് ചെയ്യുക. ഒരിക്കൽ ഒരു വിശുദ്ധ കുർബാന, തിരുനാൾ കുർബാനയൊക്കെ അർപ്പിച്ച് ആ കുർബാനയിൽ നിന്നും ഒക്കെ കുർബാന കഴിഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ച സങ്കടകരമായിരുന്നു. കാരണം ആ കുർബാനയുടെ സമയത്തിൻ്റെ ഉടനീളം ഒരുപാട് അകലെയല്ലാതെ ആ ദേവാലയത്തിൽ നിന്നും കാണാൻ പറ്റുന്ന ഒരു ദൂരത്തിൽ ഒരു മരച്ചുവട്ടിൽ ഏതാനും കുട്ടികളിരിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ കുർബാന കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴാണ് അറിയണത് ഈ കുട്ടികളെല്ലാം മൊബൈൽ ഓപ്പറേറ്റ് ചെയ്ത് ആ കുർബാനയിലുടനീളം ഒരു ശ്രദ്ധയും ചെലുത്താതെ ഇരിക്കുന്ന ഒരു സങ്കട കാഴ്ച. എവിടെയൊക്കെയോ ഈ ക്രിസ്തുവുമായി ഇൻറ്റിമസി സൂക്ഷിക്കുവാനായിട്ട് നമ്മളുടെ പുതിയ തലമുറയ്ക്ക് കഴിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ സംഘർഷത്തിന് മറുപടിയാണ് ക്രിസ്തുവുമായിട്ട് സൂക്ഷിക്കുന്നൊരു ഇൻറ്റിമസി. വ്യക്തിപരമായ ആ ഒരു ബന്ധം സൂക്ഷിച്ചാൽ ഉറപ്പായിട്ടും ഒരാൾക്ക് മാറാതിരിക്കാൻ പറ്റില്ല. ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തില്ല പ്രിയരെ. ബാംഗ്ലൂരിലെ ഒരു ഇടവക ദേവാലയത്തിൽ ധ്യാനിപ്പിക്കുന്ന 4 സായാഹ്നങ്ങളിൽ വല്ലാണ്ട് എന്നെ ആകർഷിച്ച ഒരു ചെറുപ്പക്കാരൻ, ഒരു 21-22 വയസ്സൊക്കെ അയാൾക്ക് കാണുകയുള്ളൂ. വളരെ കൃത്യമായിട്ടും ഈ ധ്യാന ദിവസങ്ങളിൽ കുർബാനയിലും ശുശ്രൂഷകളിലും പങ്കെടുക്കുന്ന ഈ ചെറുപ്പക്കാരൻ ധ്യാനത്തിൻ്റെ സമാപന നാളിൽ സങ്കീർത്തിയിലായിരിക്കുന്ന എൻ്റെ അടുക്കലേക്ക് വരികയാണ്. അവനെ കണ്ടപ്പം മുതൽ പരിചയപ്പെടാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഏതായാലും അവൻ സ്വയമേ എൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അവൻ എൻ്റെ മുമ്പിൽ വെച്ചൊരാഗ്രഹം, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കും, പക്ഷേ നിന്നെ കണ്ടതു മുതൽ അച്ഛൻ്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു, ഞാനൊന്ന് ചോദിച്ചോട്ടെ? അച്ഛാ പ്ലീസ്, അച്ഛൻ ചോദിക്കുക എന്ന് പറഞ്ഞവൻ നിൽക്കുകയാണ്. ഞാൻ അവനോട് ചോദിച്ചു, ആർ യു എൻജോയിങ് ദ ഹോളി മാസ്? എൻ്റെ ചോദ്യം വളരെ അക്കമിട്ട വാക്കുകൾ കൊണ്ടുള്ളതാണ്. ആർ യു എൻജോയിങ് ദ ഹോളി മാസ്? നീ വിശുദ്ധ കുർബാന ആനന്ദകരമായി ആഘോഷിക്കുന്ന ഒരാളാണോ? പ്രിയരെ, അവൻ നൽകിയ മറുപടി എൻ്റെ ചോദ്യം തന്നെ തെറ്റാണെന്ന് എന്നെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അവൻ നൽകിയ മറുപടി ഇതാണ്, ഐ ഡോണ്ട് നോ ഫാദർ, ബട്ട് ഐ നോ വൺ തിങ്, ഐ ഹാവ് ദ ജോയ് ആഫ്റ്റർ ദ മാസ്. അവൻ്റെ വാക്കുകൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവൻ പങ്കുവെച്ച വാക്കുകൾ, ഐ ഡോണ്ട് നോ ഫാദർ, എനിക്കറിയില്ല, ബട്ട് ഐ നോ വൺ തിങ്, എനിക്കൊന്നറിയാം, ഐ ഹാവ് ദ ജോയ് ആഫ്റ്റർ ദ മാസ്. എനിക്ക് കുർബാനയ്ക്ക് അപ്പുറങ്ങളിലും അച്ഛൻ ഈ പറഞ്ഞ ആനന്ദമുണ്ട്. എൻ്റെ ചോദ്യം തെറ്റാണെന്ന് എന്നെ അവൻ ഓർമ്മിപ്പിച്ചു. എൻ്റെ ചോദ്യം എന്തായിരുന്നു? ആർ യു എൻജോയിങ് ദ മാസ് എന്ന് വെച്ചാൽ പ്രാർത്ഥനകൾ കൊണ്ട്, അക്ഷരങ്ങൾ കൊണ്ട് അതിർത്തി കെട്ടിയ ഒരു ചോദ്യമാണ്. അന്നാ പെസഹായിൽ ആരംഭിച്ച് വിശുദ്ധീകരണ ബലിപീഠമേ സ്വസ്തി എന്ന് പറയുന്ന പ്രാർത്ഥനകളിൽ അതിർത്തി കെട്ടിയ ഒരു ചോദ്യമായിരുന്നു, ആർ യു എൻജോയിങ് ദ മാസ്? പക്ഷെ അവൻ്റെ മറുപടിയോ, ഐ ഹാവ് ദ ജോയ് ആഫ്റ്റർ ദ മാസ്. ഈ വിശുദ്ധ ബലി അർപ്പണങ്ങൾക്ക് അപ്പുറങ്ങളിലേക്കും എനിക്കിതിൻ്റെ ആനന്ദം തുടരുവാൻ പറ്റുന്നു. ഇതല്ലേ പ്രിയരെ ഇൻറ്റിമസി എന്ന് പറയണത്? ക്രിസ്തുവിനെ ഉള്ളിൽ സൂക്ഷിച്ചു പോകുന്ന ഒരു ഇൻറ്റിമസി എന്ന് പറയണത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ എന്ന് പോലും നമ്മൾ വിളിക്കുന്ന ലിസ്യുവിലെ ചെറുപുഷ്പം, കൊച്ചു തെരേസ്യ പുണ്യവതി, ആദ്യ കുർബാന സ്വീകരണവുമായി ബന്ധപ്പെടുത്തി അവളോട് ചേച്ചി സെലി ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോളെ കൊച്ചു റാണി,
ഹൗ ഡു യു ഫീൽ ദ ഹോളി കമ്മ്യൂണിയൻ? നിനക്കെങ്ങനെയായിരുന്നു കുർബാന സ്വീകരണം അനുഭവവേദ്യമായത്? കൊച്ചുറാണി കൊടുത്ത മറുപടി ഇതാണ്, സെലിച്ചേച്ചി, അതെ, സാഗരത്തിലേക്ക് മഴത്തുള്ളി വീണാൽ എങ്ങനെയോ അതായിരുന്നു എൻ്റെ അനുഭവം. സാഗരം ക്രിസ്തുവാണ്, മഴത്തുള്ളി കൊച്ചുറാണിയാണ്. അവൾ ഉപയോഗിക്കുന്ന ആ ഉപമാ വാക്കുകൾ ശ്രദ്ധിക്കുക. സാഗരത്തിലേക്ക് ഒരു മഴത്തുള്ളി വീഴുന്നത് പോലെയായിരുന്നു എനിക്കെൻ്റെ ആദ്യ കുർബാന സ്വീകരണം. മഴത്തുള്ളി അത് കൊച്ചു ത്രേസ്യ സാഗരം ക്രിസ്തുവാണെങ്കിൽ നമുക്കറിയാം, മഴത്തുള്ളി സാഗരത്തിൽ വീണാൽ പിന്നെ അതിനെ സാഗരത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ, വേർതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ആ മഴത്തുള്ളിയുടെ പേര് സാഗരം എന്നാണ്. അതായിരുന്നു കൊച്ചു ത്രേസ്യയുടെ കുർബാന സ്വീകരണ അനുഭവം. സോ ക്ലോസ്. ഇനി കൊച്ചുറാണിയില്ല, ഇനി ഈശോയേ ഉള്ളൂ. അതുകൊണ്ട് അവൾ എക്കാലവും കത്തോലിക്ക തിരുസഭയിൽ അറിയപ്പെടുന്നത് എങ്ങനെയായിരുന്നു? ലിറ്റിൽ തെറീസ ഓഫ് ദ ചൈൽഡ് ജീസസ്, ഉണ്ണീശോയുടെ കൊച്ചുറാണി. ഈ ഇൻറ്റിമസി, അതാണ് പ്രിയമുള്ളവരെ നമ്മളെയും യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹത്തിലേക്ക് നയിക്കുക. നമ്മളുടെ കുമ്പസാരം, കുർബാന പോലെയുള്ള കൂദാശകളിലൂടെ സഭ നമുക്ക് വെച്ചു നീട്ടുന്ന ഒരു കൃപ എന്ന് പറയുന്നത് ഈ ഇൻറ്റിമസിയാണ്. ഇവിടെ ഒരു സമറയാക്കാരിയെ ഈശോ രക്ഷപ്പെടുത്തുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് സൗന്ദര്യമുണ്ട്. ഈശോ ആദ്യം അവളോട് പറയണത്, സ്ത്രീയെ എനിക്ക് കുടിക്കാൻ തരിക എന്നാണ്. അങ്ങനെയാണ് ആ സംഭാഷണത്തിൻ്റെ തുടക്കം. കുടിക്കാൻ തരിക എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈശോയ്ക്ക് ആ പെൺകുട്ടിയുമായിട്ട് എവിടെയൊക്കെയോ പരിചയമുണ്ടെന്നുള്ള ഒരു തോന്നൽ ആ വാക്കുകൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. പരിചയമില്ലാത്തിടത്ത് ഞാനോ നിങ്ങളോ വെള്ളം ചോദിച്ചാൽ കുടിക്കാൻ തരിക എന്നല്ല ചോദിക്കുക, കുടിക്കാൻ തരുമോ എന്നാണ് ചോദിക്കുക. ഇവിടെ ഈശോ വെച്ചിരിക്കുന്ന വാക്ക് കുടിക്കാൻ തരുമോ എന്നുള്ളതാ, തരിക എന്നുള്ളതാ. എന്ന് വെച്ചാൽ ഈശോയ്ക്ക് എവിടെയോ ഈ പെൺകുട്ടിയുമായിട്ട് റിലേഷൻ ഉണ്ട്. നമുക്കത് വഴിയാലെ കണ്ടെത്താം. ഏതായാലും കർത്താവ് അവളുമായിട്ടുള്ള ആ സംഭാഷണം ആരംഭിക്കുമ്പോൾ കുടിക്കാൻ തരിക എന്ന് പറയുമ്പോൾ ഈശോയെ നമുക്കിവിടെ നിർവചിക്കാം. ബന്ധം തുടരുന്നവനാണ് ക്രിസ്തു. ഈ ബന്ധം തുടങ്ങാനും തീർക്കാനും വളരെ എളുപ്പമാണ്. തുടരുന്ന ബന്ധം അതെളുപ്പമല്ല. തുടരുന്നൊരു ബന്ധത്തിന് ഒരാൾ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകണം. അപ്പോൾ ഈ വിശുദ്ധ കുർബാന നമ്മളോടൊക്കെ പറയണത് നീ തുടരുന്ന ബന്ധത്തിൻ്റെ അടയാളമാകണമെന്ന. നമ്മുടെയൊക്കെ കാലഘട്ടത്തിന് അന്യവൽക്കരിക്കപ്പെട്ടതും ആ തുടരുന്ന ബന്ധത്തിൻ്റെ അനുഭവമായി. ഇന്നു മുതൽ മരണം വരെ തുടരേണ്ട ഒരു യാത്രയാണ് കുടുംബജീവിതമെങ്കിൽ അതിന്ന് നമ്മുടെ കുടുംബങ്ങളിൽ മരണം വരെയൊന്നും പോകുന്നില്ല. ഒരു കാലഘട്ടത്തിൽ വെറുതെ കേട്ടുകേൾവികളും പഠന വിഷയവും മാത്രമായിരുന്ന ഡിവോഴ്സ് എന്ന വാക്ക് ഇന്ന് നമ്മുടെയൊക്കെ സാഹചര്യങ്ങളിൽ സുലഭമാവുകയാണ്. അൾത്താരയിൽ ഒരുപാട് ആഘോഷങ്ങളോടുകൂടെ തുടങ്ങി വയ്ക്കുന്ന ഈ ബന്ധത്തിന് എന്തു പറ്റി? എവിടെയോ നമ്മൾ ക്രിസ്തുവുമായിട്ട് ഒരു ഇൻറ്റിമസിയിലാകുന്നില്ല. ക്രിസ്തുവുമായിട്ട് കൃത്യമായൊരു ബന്ധത്തിലായാൽ നമുക്കും ഈ തുടരുന്ന ബന്ധത്തിൻ്റെ വക്താക്കളാകാം. ഇവിടെ ശമറയാക്കാരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നീയൊരു യഹൂദൻ, ഞാൻ ശമറയാക്കാരെ, ബന്ധമൊന്നുമില്ലല്ലോ. അവൾ ബന്ധം തുടങ്ങാനേ താല്പര്യമില്ലാത്തവളാണ്. അവൾക്ക് ദൈവവുമായിട്ടല്ല ലോകവുമായിട്ടാണ് ഇൻറ്റിമസി. അതുകൊണ്ട് അവളുടെ വാക്കുകളിൽ മുഴുവനും ശത്രുതകളാണ്. അവൾ ഉപയോഗിക്കുന്ന വാക്ക് നീ യഹൂദൻ, ഞാൻ ശമറയാക്കാരി. യഹൂദ ശമറായ ബന്ധം അതിൻ്റെ മാക്സിമം മോശത്തിൽ കഴിയുന്നൊരു കാലഘട്ടത്തിലാണ് ഈ സുവിശേഷ സംഭവം അരങ്ങേറുക. അതുപോലെ ഒരു കുലശത്രുത ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിലുണ്ട്. പക്ഷേ ഇവൾ ആ ശത്രുതയുടെ വക്താവായി നിന്നുകൊണ്ടാണ് ഈശോയോട് മിണ്ടിത്തുടങ്ങുക. ബന്ധം തുടങ്ങാനേ താല്പര്യമില്ല. ഈശോയെ അകറ്റി നിർത്തുന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ കാണുന്നു. എന്നാലും ഈശോ വിടാൻ തയ്യാറല്ല. ഈശോ അല്പം കൂടെ അവളുടെ സമീപത്ത് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, നീ എന്നെ അറിയുന്നില്ല മോളെ. നീ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ, നിന്നോട് ചോദിക്കുന്ന ഞാൻ ആരെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ എന്നോട് ചോദിക്കുകയും ഞാൻ നിനക്ക് ജീവൻ്റെ ജലം നൽകുകയും ചെയ്യുമായിരുന്നു. ഞാൻ നിനക്ക് ജീവൻ്റെ ജലം നൽകുകയും ചെയ്യുമായിരുന്നു. പ്രിയരെ, അവഗണിക്കപ്പെടുന്ന ഈശോ ഒരു പടിയും കൂടി അടുത്തു വരികയാണ്. ഓരോ കുർബാനയിലും ഞാൻ എത്ര അവഗണിച്ചാലും എൻ്റെ ഈശോ എന്നെ അവഗണിക്കില്ല. ഓരോ കുർബാനയിലും ഞാൻ അവനോട് എന്തുമാത്രം ദ്രോഹം പെരുമാറിയാലും അവൻ എന്നോട് ദ്രോഹം ചെയ്യുവാൻ കഴിയില്ല. അവൻ്റെ പേര് സ്നേഹമെന്ന്, കരുണയെന്ന്, ദയെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ മനോഹരമായ മനോഭാവമാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് ഇവൾ അവഗണിക്കുമ്പോഴും അടുത്ത് നിൽക്കുകയാണ്. അടുത്ത വാക്ക് ഒരല്പം കടന്നു പോകുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടി പിന്നീട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: കയറില്ല, പാളയുമില്ല, പിന്നെങ്ങനെ വെള്ളം കോരും,
ജീവന്റെ ജലം പിന്നെ എങ്ങനെ നൽകും? ആദ്യ സംസാരത്തിൽ യഹൂദനെന്ന് പറഞ്ഞ് കർത്താവിനെ അവഗണിച്ചു. രണ്ടാം സംസാരത്തിൽ അവൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. കയറും പാളയും ഇല്ലാത്തവൻ. അതിൻ്റെ അർത്ഥം അവളെ സമീപിച്ച സകല പുരുഷന്മാർക്കും കയറും പാളയും ഉണ്ടായിരുന്നു. അവളെ സമീപിച്ച സകലർക്കും അവളെ തൃപ്തിപ്പെടുത്തുവാൻ, അവളെ സുഖിപ്പിക്കുവാനുള്ള അവൾ പ്രതീക്ഷിക്കുന്ന ലോകത്തിൻ്റെ മാറ്റുള്ളവരായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഈശോയെ അവൾ വിളിക്കുന്നത് കയറും പാളയും ഇല്ലാത്തവൻ എന്ന് വെച്ചാൽ എന്നെ സമീപിക്കുന്നവർക്കൊക്കെയുള്ള ക്വാളിറ്റി നിനക്കില്ല. അവൾ ഈശോയെ ജഡികമായ കണ്ണുകളിലാണ് വീക്ഷിക്കുക. അവൾ പങ്കുവെക്കുന്ന ഈ വാക്കുകളിൽ ഈശോയെ അവൾ അപമാനിക്കുന്നുണ്ട്. ഓർമ്മിക്കുക, ആദ്യ സംസാരത്തിൽ അവഗണിച്ചു, രണ്ടാം സംസാരത്തിൽ ഈശോയെ അപമാനിക്കുകയാണ്. നമ്മളാണെങ്കിൽ ഇനി മുന്നോട്ട് പോകുമോ? നമ്മളാണെങ്കിൽ ഇവിടെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കും. പക്ഷെ ഇവിടെയാണ് നമ്മൾ കുർബാനയിലെ ഈശോയെ ധ്യാനിക്കേണ്ടത്. അവഗണനയും അപമാനവും നൽകുമ്പോഴും കർത്താവ് അവളിലേക്ക് ഒരു പടി കൂടെ എത്തുകയാണ്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നീ ലോകം നൽകിയ വെള്ളം കുടിച്ചിട്ട് നിന്റെ ദാഹം തീർന്നോ മോളെ? അവരും ഇവരും കൈമാറിയ വെള്ളം കോരി കുടിച്ചിട്ട് നിന്റെ ദാഹത്തിന് ശമനമുണ്ടായോ? ഞാൻ നൽകും നിത്യജലം നീ വിശ്വാസത്തോടെ കുടിച്ചാൽ നിനക്കിനി ഒരു കാലത്തും ദാഹിക്കില്ല. ക്രിസ്തു അവളുടെ ആത്യന്തികമായ ഒരു അനുഗ്രഹത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവളുടെ ജീവിതത്തിൽ അവൾ നേരിട്ട സകലവിധ പ്രതിസന്ധികൾക്കും മറുപടി കൊടുക്കുകയാണ് എൻ്റെ ഈശോ. ആ ഈശോയുടെ വാക്കുകൾ എത്ര ഹൃദ്യമാണ്. ഞാൻ നൽകുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹിക്കില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊരു ക്രിസ്തുവിൻ്റെ സമീപനത്താൽ 4-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം അവൾ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കില്ല, വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ട. ആ 3 സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിങ്ങൾ ആ പെൺകുട്ടിയെ കൃത്യമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ആദ്യം പങ്കുവെച്ച അവളുടെ വാക്കുകൾ ശത്രുതകളായിരുന്നുവെങ്കിൽ, അകലങ്ങളായിരുന്നുവെങ്കിൽ, രണ്ടാമത് അവൾ പങ്കുവെച്ച വാക്കുകളിൽ ആസക്തികളായിരുന്നുവെങ്കിൽ, ഇപ്പോൾ പങ്കുവെക്കുന്ന 3-ാമത്തെ സംസാരത്തിൽ അവളുടെ വാക്കുകൾ അവബോധമാണ്. ക്രിസ്തു അവളിലേക്ക് ഓരോ ഘട്ടം കഴിയുമ്പോൾ അവഗണിക്കപ്പെട്ടവൻ, അപമാനിക്കപ്പെട്ടവൻ അടുത്തു നിൽക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ശൈലി ഇതാണ്. പ്രിയരെ, ഓരോ കുർബാനയിലും കർത്താവ് നമ്മളെ സമീപിക്കുന്നതും ഇതേപോലെ തന്നെയാണ്. നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും ഞാൻ നിനക്ക് ഒരു തൂമഞ്ഞു പോലെയുള്ള വെണ്മയുടെ അനുഭവം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവത്തിൻ്റെ കഥ പ്രവാചകഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വരുവിൻ നമുക്ക് രമ്യപ്പെടാമെന്നൊക്കെ യെശയ്യായുടെ പ്രവചനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ ദൈവത്തിന് പിണങ്ങിയിരിക്കാൻ കഴിയില്ല. ഓരോ പ്രഭാതത്തിലും പുത്തൻ സ്നേഹവുമായിട്ട് വരുന്ന ഈ ദൈവത്തോട് നമ്മളുടെ സമീപനം എങ്ങനെയാണെന്നുള്ളത് വ്യക്തിപരമായിട്ട് ധ്യാനിക്കണമേ. ഈശോയ്ക്ക് ഒരിക്കലും ഒരാളെയും മാറ്റി നിർത്താൻ പറ്റില്ല. ഞങ്ങളുടെ MCBS സഭയിലെ പ്രിയപ്പെട്ട ജോയി ചെഞ്ചേരി അച്ഛൻ്റെ അതിപ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. ഇത് നിനക്കായെന്നാണ് കവിതയുടെ പേര്. ആ കവിതയുടെ സമാപനത്തിൽ ഈ ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴങ്ങളെ വർണ്ണിക്കുവാൻ സുവിശേഷത്തിൻ്റെ വാക്കുകൾക്കിടയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അച്ഛൻ പങ്കുവയ്ക്കുന്ന ചില മനോഹരമായ ക്രിസ്തു ചിത്രങ്ങളുണ്ട്. അതിൽ ശ്രദ്ധേയമായ ചിത്രം ഇങ്ങനെയാണ്: വാങ്ങിക്കഴിക്കുക, കോഴി കൂവും മുമ്പ് തള്ളിപ്പറയുവാനാ നാവിനു വേണ്ടേ ബലം, രാത്രി വീഴും മുമ്പ് ഉറച്ച രക്തചുംബനത്തിനും വേണ്ടേ ബലം. വാങ്ങിക്കഴിക്കുക. പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ പത്രോസ് തന്നെ ഒറ്റിക്കൊടുക്കുമെന്നും തന്നെ തള്ളിപ്പറയുമെന്നും യൂദാസ് തന്നെ ഒറ്റിക്കൊടുക്കുമെന്നും അറിയാമായിരുന്ന ക്രിസ്തു അവരുടെ ഹൃദയത്തിലേക്ക് വെച്ച് നീട്ടുന്നത് ഇത് കഴിക്കുക, ഈ അപ്പം കഴിക്കുക, തള്ളിപ്പറയുമ്പോൾ നാവിനു വേണ്ടേ ബലം. ഇത് കഴിക്കുക, ഒറ്റിക്കൊടുക്കുമ്പോൾ ശരീരത്തിനു വേണ്ടേ ഒരു ശക്തി. ഈശോയ്ക്ക് ആരെയും ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. ആ ക്രിസ്തുവിനോട് ഇൻറ്റിമസി പുലർത്തുമ്പോഴാ പ്രിയമുള്ളവരെ നമ്മൾ സൗഖ്യത്തിലാവുക. പോവുക, പോവും മുമ്പ് നോവാതെ ഞാനൊന്ന് കഴുകട്ടെ നിൻ കാലുകൾ തട്ടിടല്ലേ. മേലങ്കി വേണ്ട കച്ച മാത്രം മതി, മേലങ്കി വേണ്ട കച്ച മാത്രം മതി, പച്ചയായ നിന്നെ മനസ്സിലാക്കുവാൻ ഇനി കച്ച മാത്രം മതി. അന്ത്യത്താഴത്തിൽ ഈ ശിഷ്യന്മാരുടെ പാദങ്ങളൊക്കെ കഴുകുമ്പോൾ കവിയുടെ മനസ്സ് പറയണത് ഈ പാദങ്ങൾ അടുത്ത നിമിഷം ഇവനിൽ നിന്നും ഓടിയകലാൻ ഇവർക്ക് സഹായകമാകുന്ന പാദങ്ങളാണ്. തന്നെ വിട്ടുപോകുന്ന ഇവരുടെ കാലുകൾക്ക് ക്ഷതമേൽക്കാതിരിക്കുവാൻ
ആ പാദം ഞാനൊന്ന് കഴുകി മുത്തിവിടാം. എന്തൊരു സ്നേഹമായി ഈശോയ്ക്ക്. പ്രിയരെ, നമ്മൾ ഇങ്ങനെയൊരു കുർബാനയിലെ ഈശോയെ ഒന്ന് വ്യക്തിപരമായി അനുഭവിച്ചാൽ നമുക്കെങ്ങനെയാ ഈ ലോകത്തിൻ്റെ വഴികളിൽ ഇടറിപ്പതറി പോകുവാൻ കഴിയുക? ഈ ക്രിസ്തുവുമായിട്ട് ഇൻറ്റിമസി സൂക്ഷിക്കുന്ന ജീവിതങ്ങളെയാണ് നമ്മൾ വിശുദ്ധരെന്ന് പോലും നമ്മളുടെയൊക്കെ കാലഘട്ടത്തിൽ വിളിക്കുക. അതുകൊണ്ട് നമ്മൾ വിശുദ്ധരുടെ തിരുനാളുകൾക്ക് മുന്നോടിയായി നടത്തുന്ന ലതീഞ്ഞ് പ്രാർത്ഥനയിൽ ഒരു പാട്ട് പാടാറില്ലേ? ലോകത്തിൻ വഴികളിലുഴലാതെ, പാപത്തിൻ പാതകൾ പുണരാതെ, ദൈവത്തിൻ പരിമള പൂവനയിൽ പനിമലരായി വന്നൊരു പുണ്യാത്മ. ലോകത്തിൻ്റെ വഴികളിൽ അവർക്കിന്നെ ഇടറിപ്പോകാൻ പറ്റത്തില്ല. കാരണം അവർ ഈ ദൈവത്തെ അനുഭവിച്ചവരാണ്. ഈ ദൈവത്തെ അനുഭവിക്കുക എന്ന് പറയുന്നിടത്ത് ജീവിതത്തെ മാന്യമായി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ സൗഖ്യം. അതാണ് ഇവിടെ ആ ദൈവത്തിലേക്ക് ഈ പെൺകുട്ടിയെ കർത്താവ് പടിപടിയായിട്ട് കൊണ്ടുവരികയാണ്. അവൾ ആദ്യം അവഗണിച്ചപ്പോഴും അപമാനിച്ചപ്പോഴും കർത്താവ് അടുത്തു നിൽക്കുകയാണ്. അവളുമായിട്ടൊരു ഇൻറ്റിമസി സൂക്ഷിക്കുകയാണ്. അതുകൊണ്ട് അവൾക്ക് മൂന്നാം സംസാരത്തിൽ നമ്മളിപ്പോൾ കേട്ടതാണ് അവബോധം. ആ അവബോധം തന്നെ ശ്രദ്ധിക്കുക. ആ ജലം എനിക്ക് തരിക. ആ ജലം തരിക എന്ന് പറയുമ്പോൾ പ്രിയരെ, അവളുടെ ഉള്ളിൽ ആ ജലമില്ല. അനശ്വരതയില്ലാത്തൊരു പെൺകുട്ടി. അതുകൊണ്ട് തന്നെ അവൾക്ക് ജീവിതത്തിലെ എല്ലാം പ്രശ്നമാണ്. പ്രശ്നമാകുന്നവൾ എല്ലാ ഇടങ്ങളിലും അലഞ്ഞു നടക്കുകയാണ്. ഇതാണവൾ. അവൾക്കിന്ന് ഏത് കിണർ എന്നുള്ളത് ഒരലച്ചിലായി മാറുകയാണ്. അവളുടെ ഉള്ളിൽ ദാഹം ഒരു പ്രോബ്ലമാണ്. ഈശോ അവളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും അവളോട് ഈശോ മൂകമായി പറയുന്നുണ്ട്, മോളെ, നിന്റെ ഉള്ളിൽ അനശ്വരത വന്നാൽ, നിന്റെ ഉള്ളിൽ എല്ലാം ഒരവസ്ഥയാണെന്ന് മനസ്സിലായാൽ പിന്നെ നീ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കും. ആത്മീയത പ്രിയമുള്ളവരെ, ആഴങ്ങളിലേക്കൊരു പ്രവേശിക്കുക, ആഴങ്ങളിലേക്ക്, ക്രിസ്തുവുമായിട്ടുള്ള ആഴമേറിയ ബന്ധം. അമ്മ ത്രേസ്യായൊക്കെ നമ്മളോട് പറയുന്നില്ലേ, പിന്നീട് അയാൾ എന്നെ അഗാധമായ മൗനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതാണ് ഈ ആഴമെന്ന് പറയുന്നത്. പിന്നീട് അയാൾ എന്നെ അഗാധമായ മൗനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നമ്മുടെ ആത്മീയത നമ്മളെ ഒരു മൗനത്തിലേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ടോ? ജീവിതം അനുഗ്രഹപ്രദമാകണത് പ്രിയമുള്ളവരെ നമ്മൾ ആഴമേറിയൊരു മൗനത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോഴാണ്. അവിടെയാണ് നമുക്ക് മനസ്സിലാവുക എല്ലായിടത്തും ദൈവമുണ്ട് എന്ന്. ഈ ദൈവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാവുക അങ്ങനെയൊരു വീക്ഷണത്തിലാണ്. ഏതായാലും ഈ പെങ്കൊച്ചിൻ്റെ മുമ്പിലേക്ക് കർത്താവ് ഒരിറ്റു വെള്ളം പോലും ഒഴിച്ചു കൊടുക്കുന്നില്ല. ആ ജലം എനിക്ക് തരാൻ പറയുമ്പോൾ നീക്കി വെക്കുമോളെ പാത്രം, ഞാൻ ഒഴിച്ചു തരാം തമ്പുരാൻ പറയുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ ഇൻറ്റിമസി സൂക്ഷിക്കുന്ന ഒരു യാത്രയിൽ നമ്മൾ ഒരു കാര്യവും തമ്പുരാനോട് ചോദിക്കാൻ നിൽക്കത്തില്ല. കാരണം ഇനി എന്തെങ്കിലും നൽകപ്പെടുന്ന ഇടമാണ് ആത്മീയത എന്ന് ബൈബിൾ പറയുന്നില്ല. എന്തെങ്കിലും നമുക്ക് കൂട്ടിച്ചേർക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ദേവാലയത്തിലേക്ക് വരുന്നതെന്ന് ദയവ് ചെയ്ത് വിചാരിക്കരുത്. ദിസ് ഈസ് നോട്ട് ആൻ ആഡിങ് പ്രോഗ്രാം. എന്തെങ്കിലും ചേർക്കപ്പെടുവാൻ ഞാൻ വന്നിരിക്കുന്ന ഇടമാണ് ദേവാലയമെന്ന് നമ്മൾ വിചാരിക്കരുത്. മറിച്ച് നൽകപ്പെട്ടതിനെ ആഴപ്പെടുത്തുവാനും ആഘോഷിക്കുവാനും ഒരാൾ തയ്യാറാക്കപ്പെടുന്ന പരിസരമാണ് ദേവാലയം. ദൈവവുമായിട്ട് ഇൻറ്റിമസിയിലാകുമ്പോഴാണ് നമുക്ക് പിന്നെ ആ ദൈവം നൽകിയതിനെക്കുറിച്ച് അവബോധമുണ്ടാവുക. ഉദാഹരണത്തിന്, നമുക്കിപ്പോൾ ആരോടെങ്കിലുമൊക്കെ ഒരു സ്നേഹമുണ്ടെന്ന് വിചാരിക്കുക. ഒരു സ്നേഹമുള്ള ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. നമ്മുടെ വീട്ടിൽ അവർക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും നമ്മൾ തയ്യാറാക്കിയിട്ടില്ല. കാരണം അവർ മുന്നറിയിപ്പ് കൂടാതെ വന്നവരാ. പക്ഷേ ഒരു സ്നേഹിതയോ സ്നേഹിതനോ മുന്നറിയിപ്പില്ലാതെ വന്നാലും നമ്മൾ എത്ര വേഗതയിൽ അവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുക. നമ്മൾ ഇല്ലാത്തത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ രൂപപ്പെടുത്തുവാനുള്ള വെപ്രാളത്തിലാണ്. അയൽപക്കങ്ങളിലേക്കോ അല്ലെങ്കിൽ സൗഹൃദങ്ങളിലേക്കോ നീങ്ങിക്കൊണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു വിരുന്നുകാരനുണ്ട്, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കസ്റ്റഡിയിൽ സകലതും കൊണ്ട് നിരത്താനുള്ളൊരു താല്പര്യമാണ്. കാരണം നമ്മൾ സൂക്ഷിക്കുന്നൊരു ബന്ധമാണ്. ആ ബന്ധത്തിൽ നമ്മൾ കൊടുക്കാനാണ് കൂടുതൽ താല്പര്യപ്പെടുക, അല്ലാതെ നേടുവാനല്ല. ക്രിസ്തുവുമായിട്ടൊരു ഇൻറ്റിമസി സൂക്ഷിച്ചാൽ നമ്മൾ ദേവാലയത്തിൽ ഇനി വരുന്നത് ഒന്നും ചോദിക്കാനായിരിക്കില്ല. എങ്ങനെയാണ് ആ സ്നേഹം അനുഭവിക്കാൻ പറ്റുക? എങ്ങനെയാണ് അവനോടൊപ്പം ദീർഘനേരം ചെലവിടാൻ പറ്റുക? ഒരു സ്നേഹിതനോ സ്നേഹിതയോ സംസാരിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ മനസ്സുകൊണ്ട് പറയാറില്ലേ, ഈ സംസാരം തീരാതെ പോകട്ടെ എന്ന്, ഈ സ്നേഹിതൻ ഇവിടെ തുടരട്ടെ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? നമുക്കും വ്യക്തിപരമായി ചിന്തിക്കാം, ഒരു ഇൻറ്റിമസി തമ്പുരാനുമായിട്ടുണ്ടോ? അതുകൊണ്ട് ഇവിടെ കർത്താവ് ഇവൾക്കൊന്നും കൊടുക്കുന്നില്ല, മറിച്ച് അവളുടെ കൺസെപ്റ്റ് മാറ്റുകയാണ്. നിന്റെ ഭർത്താവിനെ കൊണ്ടുവരിക. ഇൻറ്റിമസിയിലാകുമ്പോൾ തമ്പുരാൻ അവളോട് പറയുകയാ, നീ നിന്റെ ഭർത്താവിനെ കൊണ്ടുവാ. ഉടനെ അവൾ പറയുന്നു, ഇല്ലില്ല,
സത്യം എനിക്ക് ഭർത്താവില്ല. ഈശോ അവളോട് പറയുന്നുണ്ട്, മോളെ നീ പറഞ്ഞത് ശരിയാണ്. ജീവിതത്തിൽ അവൾക്കില്ലാതെ പോയൊരു കാര്യമാണ് ഒരു ഭർത്തൃസങ്കല്പം. ഒരു ഭർത്താവിനെ കുറിച്ച് ധാരണയുണ്ടായിരുന്നെങ്കിൽ ഇവൾ ഇങ്ങനെ ആമ്പിള്ളയുടെ പിന്നാലെ പോവില്ലായിരുന്നു. അവൾക്ക് ശരീരം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. ശരീരത്തെക്കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നെങ്കിൽ അവൾ തൻ്റെ ശരീരത്തെ ഇങ്ങനെ ഒരുപാട് പുരുഷന്മാരുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് കൊടുക്കില്ലായിരുന്നു. അവളുടെ ജീവിതത്തിൽ ഭർത്തൃസങ്കല്പം എന്ന ദർശനം കുറയുകയാണ്. അതുകൊണ്ടാണ് ഈശോ അവളോട് പറയുക, നിന്റെ ഭർത്തൃസങ്കല്പങ്ങളെ കൊണ്ടുപോ. അവൾ പറയുന്നു, എനിക്കില്ല. ഈശോ അവളോട് പറയുന്നു, ശരിയാണ് മോളെ, നിനക്കൊരു ഭർത്തൃസങ്കല്പം ഉണ്ടായിരുന്നെങ്കിൽ ഈ ആറാമൻ്റെ കൂടെ നീ ഇപ്പോൾ നടക്കില്ലായിരുന്നു. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, അവരെയൊക്കെ നീ ഉപേക്ഷിച്ചു. ആറാമൻ്റെ കൂടെ ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ സുവിശേഷത്തിൻ്റെ കണക്ക് പ്രകാരം ക്രിസ്തു ഇവളിൽ ഒരു 7-ാമനാണ്. 7 പറയുന്നത് പൂർണ്ണതയാണ്. 7 പറയുന്നത് സാപത്താണ്. അങ്ങനെയെങ്കിൽ സാപത്ത് വിശ്രമത്തിൻ്റെ ഇടമാണ്. ക്രിസ്തു ഒരു സാപത്താണെന്ന് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒന്ന് ശാന്തമാവാൻ, നമ്മുടെ കൺസെപ്റ്റുകളെയൊക്കെ ഒന്ന് വിലയിരുത്തുവാൻ, വീണ്ടെടുക്കുവാൻ ഈ ക്രിസ്തുവെന്ന സാപത്തിലോട്ട് വരാൻ പറ്റുമോ? അതാണ് പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയിലാണ് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ കൂടുതൽ വ്യാഖ്യാനം, വിലയിരുത്തൽ കിട്ടുക. അതുകൊണ്ട് ക്രിസ്തുവെന്ന ആ വിശുദ്ധ ഇടത്ത് അവൾ എത്തുമ്പോൾ അവൾ ഈശോയുടെ മുമ്പിൽ പറയുന്നു, എനിക്ക് ആ സങ്കല്പമില്ല. ഉടനെ ഈശോ അവളോട് പറയുന്നു, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ ഭർത്താവല്ല. അവളെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഒരാളായിട്ട് നമുക്ക് ഈശോയെ കാണാൻ കഴിയുകയാണ്. ഈശോ ഇവളുമായിട്ടുള്ള ബന്ധം എവിടെ തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഇപ്പോഴല്ല, അവളുടെ ചരിത്രത്തിൻ്റെ തുടക്കം മുതൽ ഈശോ അവളെ നന്നായിട്ട് അറിയുന്നുണ്ട്. അതുകൊണ്ട് തൻ്റെ ഇന്നലകൾ താൻ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ അക്കമിട്ട് നിരത്തുമ്പോൾ അവൾ ഈശോയെ വിളിക്കുന്ന പേരുണ്ട്, നീ ഒരു പ്രവാചകനാണ്. ആദ്യം വിളിച്ചത് യഹൂദൻ, രണ്ടാമത് വിളിച്ചത് കയറും പാളയും ഇല്ലാത്തവൻ, ഇപ്പോൾ വിളിക്കുന്നത് പ്രവാചകൻ. ഈശോയുടെ പേര് മാറുന്നു, ഒപ്പം ഇവളുടെ പെരുമാറ്റവും മാറുന്നു. ഈശോയുമായിട്ട് അവൾ ഇൻറ്റിമസിയിലാകുമ്പോൾ അവളുടെ പെരുമാറ്റം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഇപ്പോൾ ഈശോയോട് സംസാരിക്കുന്ന വർത്തമാനം എന്താണ്? എന്തുട്ടാണ് ഈശോയെ? ആരാധന. ആരാധന വിഷയമാകുന്നു. ഇവളുടെ വിഷയങ്ങളെല്ലാം ഞാനൊന്ന് പരിചയപ്പെടുത്താം. ആദ്യം, നീ ഒരു യഹൂദനെന്ന് പറയുമ്പോൾ അകലങ്ങൾ. രണ്ടാമത്, കയറും പാളയും ഇല്ലാത്തവനെന്ന് പറയുമ്പോൾ ആസക്തി. മൂന്നാമത്, ആചലം എനിക്ക് തരിക എന്ന് പറയുമ്പോൾ അവബോധം. നാലാമത്, എനിക്ക് ഭർത്താവില്ല എന്ന് പറയുമ്പോൾ അവലോകനം. അഞ്ചാമത്, ഇപ്പോൾ ആരാധന. ഓരോ വിഷയങ്ങൾ നിങ്ങൾ നോക്കുക. കർത്താവിലേക്ക് വരുന്തോറും അവരുടെ ഭാഷ തന്നെ മാറുകയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഷ ഒരു ദിവ്യകാരുണ്യ ഭാഷയാണോ? വ്യക്തിപരമായി നമ്മൾ ധ്യാനിക്കണം. നമ്മുടെ മക്കൾ വളർന്നു വളർന്ന് ഓരോ ഘട്ടത്തിൽ വരുമ്പോഴും അവരുടെ ഭാഷയ്ക്ക് വ്യത്യാസം വരുന്നുണ്ടോ? അകലങ്ങളുടെ ഭാഷ, ആസക്തികളുടെ ഭാഷ, അവബോധത്തിൻ്റെ ഭാഷ, അവലോകനത്തിൻ്റെ ഭാഷ, ഇപ്പോൾ ആരാധനയുടെ ഭാഷ. എന്താണ് ഈശോയെ ആരാധന? ഈശോ അവൾക്ക് മറുപടി കൊടുത്തു, ആരാധന മോളെ ആത്മാവിലും സത്യത്തിലുമാണ്. ആത്മാവിലും സത്യത്തിലും. അവൾക്ക് ആരാധനയിൽ സംശയം വരാൻ കാരണം ആരാധകരാണ്. അവൾ കാണുന്ന ആരാധകരിൽ അവൾ ഒരിക്കലും ആരാധന കാണുന്നില്ല. കാരണം പള്ളിയിൽ സ്തോത്രം പാടുന്നവര് പുറത്തിറങ്ങുമ്പോൾ സൂത്രം കാണിക്കുമ്പോൾ, പള്ളിയിൽ വാഴ്ത്തുന്നവർ പുറത്തിറങ്ങി വീഴ്ത്തുമ്പോൾ, പള്ളിയിൽ ഭക്തിയിലാകുന്നവർ പുറത്തിറങ്ങി കത്തിയെടുക്കുമ്പോൾ ആരാധകരിലൂടെ ആരാധന പരാജയപ്പെടുകയാണ്. ക്രിസ്തുവുമായിട്ട് സൂക്ഷിക്കുന്ന ഇൻറ്റിമസി ഈ ദേവാലയത്തിന് വെളിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് എന്തേ നമ്മുടെ കാലഘട്ടത്തിന് കഴിയുന്നില്ല? നമ്മൾ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ വളരാത്തത് കൊണ്ട് തന്നെയാണ്. ഏതായാലും ഇങ്ങനെ അവളുടെ സംശയങ്ങൾക്കെല്ലാം ഒരു ഉത്തരം കിട്ടുമ്പോൾ അവൾ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അറിയാമെന്ന് പറയുമ്പോൾ അവളുടെ ഉള്ളിലൊരു ഈശോ ഉണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ആ ഈശോ പല പല കൺസെപ്റ്റുകൾ കൊണ്ട് മൂടിപ്പോയി. ഇപ്പോൾ ഇതാ കർത്താവിൻ്റെ അടുക്കലിരുന്ന് കർത്താവുമായിട്ട് സംസാരിച്ച് സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് അവൾ അകത്തൊരു ക്രിസ്തുവിനെ അനുഭവിക്കുകയാണ്. ഇവിടെയാണ് 26-ാമത്തെ വാക്യം 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുക, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണവൻ. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവനെന്ന് പറയുമ്പോൾ എത്ര വേഗതയിലാണ് ഈശോ ഒരാളുടെ അകത്ത് പിറവിയെടുക്കുന്നത്, രൂപപ്പെടുന്നത്, വളരുന്നത്. അതുകൊണ്ട് പ്രിയരെ, 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആ സ്ത്രീയാകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോവുക. ഇത്രയും കാലം അവൾ കുടം വെച്ചത് കിണറിൻ്റെ തീരത്താണെങ്കിൽ
ആ കുടം അവൾ അവിടെ വെച്ചിട്ട് പോയിട്ടില്ല, കുടം ചുമന്നുകൊണ്ട് പോയിട്ടേ ഉള്ളൂ. എന്നാൽ ആദ്യമായിട്ട് അവൾ കുടം വെക്കുന്നു, കുടമില്ലാതെ പോകുന്നു. അതിൻ്റെ അർത്ഥം ഇനി അവളുടെ ഓട്ടത്തിൽ ശിരസിൽ കുടത്തിൻ്റെ ഭാരമില്ല, ഹൃദയത്തിൽ ഇനി ഏത് കിണർ തപ്പണമെന്നുള്ള അലച്ചിലില്ല. അവള് സർവതന്ത്ര സ്വതന്ത്രയായിരിക്കുകയാണ്. ഇതാണ് ഇൻറ്റിമസി എന്ന് പറയണത്. അതിൻ്റെ പേരാണ് ആരാധന എന്ന് പറയണത്. പ്രിയരെ, നമുക്ക് ഈ ധ്യാനം പൂർത്തീകരിക്കുമ്പോൾ, ഈ 3-ാം ദിവസത്തെ ചിന്തകളോട് നമ്മളിപ്പോൾ വിരാമം കുറിക്കുമ്പോൾ, ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈ വിശുദ്ധ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിലൊന്ന് ആഴപ്പെടുത്താം. വചനം പറയുന്ന ആ അവൻ്റെ നാവിൽ തുപ്പലുകൊണ്ട് തൊട്ടു എന്ന് പറയുന്ന ആ വാക്കിൻ്റെ ഈ വ്യാഖ്യാനം, ഒരു ഇൻറ്റിമസി, അതിലൂടെ മാത്രമേ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു സൗഖ്യാനുഭവം ഉണ്ടാവുകയുള്ളൂ. അതെങ്ങനെയാ? ഈശോയുമായിട്ട് സൂക്ഷിക്കുന്ന അഗാധമായ ബന്ധം. നമുക്ക് ഈ വചന ചിന്തകളെ അവസാനിപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ നമുക്ക് ഈ ആഗ്രഹങ്ങളെ വെച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടത് ഈശോയെ ഒരു ഇൻറ്റിമസിയാണ്, ഒരാഴമേറിയ ഒരു ക്രിസ്തു ബന്ധമാണ്, ഒരാഴമേറിയ അവബോധമാണ്. അതിന് ഞങ്ങളെ ഈ കുർബാനയിലേക്കും അൾത്താരയിലേക്കും കൂദാശകളിലേക്കുമൊക്കെ ചേർത്ത് പിടിക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ലോകം ഞങ്ങളെ വല്ലാണ്ട് പ്രലോഭിപ്പിക്കുമ്പോൾ ദൈവത്തോടൊപ്പം ചേർന്നും ചാഞ്ഞും നിൽക്കുവാൻ, അങ്ങനെ ഞങ്ങൾ ഈ വിശുദ്ധ അനുഭവത്തിൻ്റെ അടയാളങ്ങളാകുവാൻ, അനുഗ്രഹമാകുവാൻ, സൗഖ്യമാകുവാൻ കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ക്ഷമിച്ചും ജീവൻ വെടിഞ്ഞും സ്നേഹം ചൊരിഞ്ഞവനേ, ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നാമിക്കുന്നു, ഓ സ്നേഹകാരുണ്യമേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നാമിക്കുന്നു, ഓ സ്നേഹകാരുണ്യമേ. കണ്ണീരുമാ ചാരേ വരുന്നു ഞാൻ, കാരുണ്യമേ, പാപഭാരവും കണ്ണീരുമായി ചാരേ വരുന്നു ഞാൻ, കാരുണ്യമേ, തിരുനീളമൊഴുക്കണേ, മുറിവുണക്കണമേ, സാന്ത്വനമേകിനി സുഖമാക്കണേ ഈശോ, എന്നെ നീ സുഖമാക്കണേ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹസാഗരമേ,
സ്തുതിക്കുന്നു, നിന്നെ നാമിക്കുന്നു. ഓ സ്നേഹകാരുണ്യമേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നാമിക്കുന്നു. ഓ സ്നേഹകാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ. യേശുവേ, യേശുവേ, പാപിയാം ഞാൻ അങ്ങേ സന്നിധിയിൽ നിൽക്കുമ്പോൾ അങ്ങേ കൃപ മാത്രം മതി യേശുവേ, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ കരുണയാകണമേ എന്ന പ്രാർത്ഥനയോടെ പാപബോധത്തോടെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു നിൽക്കാം. ഈശോയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ യോഗ്യതയുള്ളതാക്കി തീർക്കണമേ എന്ന് ഹൃദയാഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ പാപികളിൽ ഒന്നാമനാണ് എന്ന് പറയുന്ന പൗലോസ്ലീഹായോട് ചേർന്ന് ഞങ്ങളും ഈ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുകയാണ്. ഞങ്ങളിലേക്ക് അളവില്ലാത്ത സ്നേഹം, അതിരില്ലാത്ത വാത്സല്യം ചൊരിയണമേ. ഏറ്റവും പ്രിയമുള്ളവരെ, നമുക്ക് ഈ ആരാധനയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കൈകളൊന്ന് തുറന്നു പിടിക്കാം. കൈകൾ തുറക്കുക എന്ന് പറയുമ്പോൾ ഹൃദയം തുറക്കുക എന്ന ഒരു വലിയ അനുഭവത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ ഒരു കൈ ചുരുട്ടിപ്പിടിച്ചാലുള്ള വലിപ്പമാണ് ഹൃദയത്തിൻ്റെതെന്ന് നമ്മൾ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കൈകൾ തുറക്കുമ്പോൾ ഹൃദയം തുറക്കുന്നതിൻ്റെ ഒരനുഭവം നമുക്ക് സ്വന്തമാക്കാം. ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ സമയങ്ങളിൽ നമ്മൾ തിരുവചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ കേട്ടത് ഈശോ ബധിരനും മൂകനുമായ ആ മനുഷ്യൻ്റെ നാവിൽ തുപ്പലുകൊണ്ട് തൊട്ടു എന്നുള്ളതാണ്. നല്ല തമ്പുരാനെ, ഞങ്ങളും നിന്റെ ഒരു സ്പർശനത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും നീ തൊട്ടവരും നിന്നെ തൊട്ടവരും സൗഖ്യങ്ങളിൽ ആഴപ്പെട്ടു നിൽക്കുന്നതിൻ്റെ ഒരു പിടി കഥകൾ സുവിശേഷങ്ങളിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്. ഈശോയെ, ഞങ്ങളും നിന്നെ തൊട്ടു നിൽക്കുകയാ. നീ ഞങ്ങളെ ഒന്ന് തൊടണമേ. കരങ്ങൾ തുറന്ന് ഹൃദയം തുറന്ന് നമുക്ക് കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻവാസ ഗേഹം ആകും. ചേർന്ന് പാടാം.
മൃദുവായി നീ തൊടുകിൽ എന്നാത്മം എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും ഹൃദയം ഇനിയെന്നും നിൻ വാസഗേഹം നിൻവാസഗേഹമാകും. കൺമുന്നിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലേ കാണുന്നിതാ. കൺമുന്നിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലേ വിശ്വാസത്താലെ കാണുന്നിതാ. കാണുന്നിതാ. മൃദുവായി മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും ഹൃദയം ഇനിയെന്നും നിൻ വാസഗേഹം നിൻവാസഗേഹമാകും. കൈകൾ ഏറ്റവും സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കുർബാനയിലേക്ക് നോക്കി നിന്ന് പ്രാർത്ഥിക്കാം. ശിഷ്യന്മാരെ കർത്താവേ ശോമിശിക ഭക്ഷണത്തിന് വിട്ടതിനും ശിഷ്യന്മാർ ഭക്ഷണം കഴിച്ച് തിരികെ വരുന്നതിനുമിടയിൽ ഒരു ശമറായക്കാരിയിൽ വരുന്ന വ്യതിയാനം നമ്മൾ കഴിഞ്ഞ സമയങ്ങളിൽ ധ്യാനിക്കുന്നുണ്ടായിരുന്നു. നല്ല തമ്പുരാനെ, നിന്റെ വചനം ഏർപ്പെടുത്തുന്ന വിശുദ്ധമായ ദർശനങ്ങളാൽ ഒരു നാടിനെ മലിനപ്പെടുത്തിയ ഒരു സ്ത്രീത്വം അതേ നാടിനെ വിമലീകരിക്കുന്ന അത്ഭുതം ഞങ്ങൾ കാണുകയായിരുന്നു. കർത്താവേ, നിന്നോട് സ്ഥാപിക്കുന്ന ഒരു വ്യക്തിപരമായ ബന്ധം. ആദ്യമേ അവൾ വിളിച്ചത് യഹൂദനെന്നാണ്. രണ്ടാമത് വിളിച്ചത് കയറും പാളയുമില്ലാത്തവനെന്നാണ്. എന്നാൽ ഒടുവിലാകുമ്പോൾ അവൾ വിളിക്കുന്നത് പ്രവാചകൻ എന്നാണ്. ഓരോ സമയങ്ങളിലും നിന്റെ സാന്നിധ്യം അവളില് വ്യക്തിപരമായൊരു ബന്ധത്തിൻ്റെ, നീ അകത്തുള്ള ഒരാളാണെന്നുള്ള അവബോധത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് എത്തിക്കുകയാണ്. ഈശോയെ, ഓരോ കുർബാനയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നീ എന്ന സാധ്യതയിലേക്കുള്ള ഒരു വളർച്ചയാണെന്ന് ഞങ്ങൾ കാണുന്നു. നല്ല ഈശോയെ, നിന്റെ തിരുസാന്നിധ്യം അപ്പമായും നിന്റെ തിരുസാന്നിധ്യം ഒരു പാനീയമായും ഞങ്ങളുടെ അധരത്തിൽ നീ തന്നെ ഞങ്ങളിലേക്ക് വരുന്ന ഒരു വിരുന്നനുഭവമായി മാറുമ്പോൾ ഞങ്ങളിലും ഒത്തിരിയേറെ ആനന്ദത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും അനുഗ്രഹങ്ങൾ. കർത്താവേ, ഞങ്ങൾ ഈ വിശുദ്ധ സമയങ്ങളിൽ ഏറ്റവും ഹൃദയപരമാർത്ഥതയോടുകൂടെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. നീയാണ് ഞങ്ങളുടെ സാധ്യത, നീയാണ് ഞങ്ങളുടെ അഭിഷേകം, നീയാണ് ഞങ്ങളുടെ എല്ലാ അനുഗ്രഹത്തിൻ്റെയും ആസ്തിക അടിത്തറ. നമുക്ക് കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് വിശുദ്ധ തിരുവോസ്തിയിലേക്ക് നോക്കി നിന്നുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ ഈശോയോട് പ്രാർത്ഥിക്കാം. നീ ഞങ്ങളുടെ വലിയൊരു അനുഗ്രഹമാണെന്ന്, സാധ്യതയാണെന്ന് ഈശോയിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. സാധ്യമല്ലെന്നോർത്തതാ മഹാത്ഭുതങ്ങൾ നീ ചെയ്തു. സാധ്യമല്ലെന്നോർത്തതാ
എന്നോർത്തതാ മഹാത്ഭുതങ്ങൾ നീ ചെയ്തു. സാധ്യമല്ലെന്നോർത്തതാ മഹാത്ഭുതങ്ങൾ നീ ചെയ്തു. ജന്മം നിൻ പാതേ സ്തുതിയായി ഞാൻ നിൻ സാക്ഷിയാകും ഞാൻ. മൃദുവായി നീ തൊടുകി എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻവാസഗേഹം നിൻവാസഗേഹമാകും. കൈകൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് നോക്കി നിൽക്കാം. ഈശ്വരാനുഭവത്താൽ ഈശോയുടെ സാന്നിധ്യം ഉള്ളിലുണ്ട് എന്നുള്ള അവബോധത്താൽ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞ ഒരാൾ, അയാൾ ക്രിസ്തു തന്നെയാണെന്ന് പ്രഖ്യാപിക്കുന്ന സമറയാക്കാരി. അവളുടെ ജീവിതത്തിലെ ഇന്നോളം ഉണ്ടായിരുന്ന സംഘർഷങ്ങൾക്കെല്ലാം ക്രിസ്തുവിൻ്റെ തിരുസാന്നിധ്യവും ക്രിസ്തുവിൻ്റെ നടപടികളും ഒരു സൗഖ്യത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും അനുഭവമായി പകർത്തപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഓരോ വിശുദ്ധ കുർബാനയും ആരാധനയും നമുക്കും നൽകുന്നത് ഈ ഒരു അനന്ത സ്നേഹത്തിൻ്റെ ഇടപെടുന്ന അനുഭവമാണ്. നല്ല തമ്പുരാനെ, ഞങ്ങൾ നിന്റെ വലിയ സ്നേഹത്താലും സൗഖ്യത്താലും നിറഞ്ഞ് ഞങ്ങളായിരിക്കുന്ന പരിസരങ്ങളെ വിമലീകരിക്കുന്ന നീയുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൻ്റെ അടയാളവാക്യങ്ങളായി പരിണമിക്കട്ടെ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഞങ്ങളെയും നിന്റെ വ്യക്തിപരമായ സ്പർശനത്താൽ വിമലീകരിക്കണമേ എന്ന്. കർത്താവ് സമറിയാക്കാരി സ്ത്രീയുടെ വിടുതലും അവളുടെ ജീവിതത്തിലെ ആനന്ദവും അവളുടെ ചുവടുകളിൽ വിടരുന്ന ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളും കാണുമ്പോൾ അപ്പസ്തോലന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്. ഈശോയുടെ ആനന്ദവും ഈശോയുടെ ഭക്ഷണവും ഈശോയുടെ ജീവിത സാക്ഷാത്കാരവും നമ്മളിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങളാണ്. പ്രിയപ്പെട്ട ഈശോയെ, ഞങ്ങളുടെ വാക്ക് വചനമായി തീരട്ടെ, ഞങ്ങളുടെ സങ്കടം സുവിശേഷമായി തീരട്ടെ, ഞങ്ങൾക്കുണ്ടാകുന്ന നിന്ദനങ്ങൾ നിധികളായി മാറട്ടെ, ഞങ്ങൾ നേരിടുന്ന തിരസ്കാരം ഞങ്ങൾക്കൊരു പുരസ്കാരമായി തീരുവാൻ നിന്റെ ഒരു സ്നേഹത്തലോടൽ ഞങ്ങൾക്ക് ഈ വിശുദ്ധ ആരാധനയിലൂടെ നൽകണമേ. ഞങ്ങളിൽ ബാധിച്ചിരിക്കുന്ന നൈരാശ്യത്തിന് ഒരു വിരാമം വീഴട്ടെ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ധ്യാനത്തിൻ്റെ ഈ ഓരോ വചനവ്യാഖ്യാനത്തിൻ്റെയും അനുഭവങ്ങൾ ഈ വിശുദ്ധ ആരാധനയിലൂടെ നമ്മുടെ ഉള്ളിൽ ആഴ്ന്നിറങ്ങുവാനായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഒരിക്കൽ കൂടി തുറന്നു പിടിക്കാം. വിശുദ്ധ കൂദാശയിലേക്ക് നോക്കി നിൽക്കാം. നമ്മുടെ തുറന്ന കൈകൾ ഒന്ന് ശിരസിന് മീതെ ഉയർത്തിപ്പിടിക്കാം. ഈശോയോട് നമുക്ക് പറയാം, നീ ഞങ്ങളുടെ പ്രത്യാശയാണ്, നീ ഞങ്ങളുടെ ആനന്ദമാണ്, നീ ഞങ്ങളുടെ ലക്ഷ്യമാണ്, നീ ഞങ്ങളെ സ്പർശിക്കണമേ. പ്രാർത്ഥിക്കാം നമുക്ക്. ആത്മനാശ ഭീതിയാ
നിരാശയിൽ ഞാൻ താഴുമ്പോ ആത്മനാശ ഭീതിയാ നിരാശയിൽ ഞാൻ താഴുമ്പോ ആത്മനാശ ഭീതിയാ നിരാശയിൽ ഞാൻ താഴുമ്പോ ആത്മനാശ ഭീതിയാ നിരാശയിൽ ഞാൻ താഴുമ്പോ അഭയം നീ ഏകി മുറിവിൽ നീ തഴുകി എൻ മോക്ഷം നീയല്ലോ മൃദുവായി മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഹൃദയം ഇനി എന്നും ഹൃദയം ഇനിയെന്നും നിൻ വാസഗേഹമാകും. കൺമുന്നിൽ നീ കൺമുൻപിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നിതാ മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻവാസഗേഹമാകും. മനസ്സിൽ നമുക്ക് ആ വാക്കുകളൊന്ന് ശാന്തമായി കേൾക്കാം. മൃദുവായി നീ തൊടുകിൽ മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഞങ്ങളെ തഴുകി തലോടി കടന്നു പോകണമേ. ഞങ്ങളെ എപ്പോഴും ശ്രദ്ധയോടെ കരുതലോടെ നയിക്കണമേ. ഞങ്ങളിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. ഞങ്ങളെ ദിവ്യസ്നേഹത്തിൻ്റെ ആൾരൂപങ്ങളാക്കി മാറ്റണമേ. കർത്താവെ, നിന്റെ സ്നേഹത്തിൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ ഉടമസ്ഥനായ ഞങ്ങളുടെ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ തോമാസ് ലീഹായോടൊപ്പം ഞങ്ങൾ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുകയാണ്. വ്യക്തിപരമായ ഈ ദിവ്യസ്നേഹ അനുഭവത്തിൻ്റെ നിർവൃതിയിൽ നിൽക്കുന്ന ഞങ്ങളുടെ ശ്ലീഹ, ഞങ്ങളുടെ സ്വന്തം തോമാസ് ലീഹ, നിന്റെ തിരുസന്നിധിയിൽ ഏറ്റവും ഹൃദയാത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിച്ച മനോഹരമായ ആ വാക്യം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു പ്രത്യാശയാണ് ആ വാക്ക്. ഞങ്ങളുടെ യാത്രയ്ക്ക് ഊർജമാണ് ആ വാക്ക്. കാരണം തോമാസ് ലീഹായുടെ ആഗ്രഹത്തെ പ്രതി ഈശോ അയാൾക്ക് വേണ്ടി മാത്രം പ്രത്യക്ഷപ്പെടുന്ന സുവിശേഷ സംഭവം. വിശുദ്ധ സുവിശേഷങ്ങളിൽ അപ്പസ്തോലന്മാർക്ക് ഉത്തിത അനുഭവം 3 പ്രാവശ്യമേ യോഹന്നാന്റെ സുവിശേഷത്തിൽ കുറിക്കപ്പെടുന്നുള്ളൂ. അതിലൊന്ന് എല്ലാവരും തോമാസ് ലീഹ ഒഴികെയുള്ളവര് സന്നിഹിതമായ ആ കൂട്ടായ്മയിലാണ്. മറ്റൊന്ന് തിബേരിയാസ് കടൽ തീരത്താണ്. എന്നാൽ ഒരു പ്രത്യക്ഷീകരണം
ഉത്ഥാനത്തിന് ശേഷമുള്ള അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലേക്കുള്ള ഒരു കടന്നുവരവ് തോമാസ് ശ്ലീഹായ്ക്ക് വേണ്ടി മാത്രമാണ്. വ്യക്തിപരമായ ഒരു ക്രിസ്തുബന്ധത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് വിശുദ്ധ തോമാസ് ശ്ലീഹ. ഒരാൾക്ക് ദൈവാന്വേഷണത്തിൻ്റെ പാതയിൽ എത്രത്തോളം ആത്മാർത്ഥത വേണമെന്ന് ചോദിച്ചാൽ മറുപടി തോമാസ് ശ്ലീഹായോളം. കാരണം അയാളുടെ ആഗ്രഹം, അയാളുടെ തമ്പുരാനെ കാണുവാനുള്ള നിർബന്ധം ഒരു വിശ്വാസ രാഹിത്യമല്ല. തോമാസ് ശ്ലീഹായ്ക്ക് ഉത്ഥാനത്തിൽ സംശയമൊന്നുമില്ല. തോമാസ് ശ്ലീഹായ്ക്ക് അറിയാം ക്രിസ്തു ഉത്ഥിതനാകുമെന്ന്. പക്ഷേ തോമാസ് ശ്ലീഹായുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്, എനിക്ക് അവൻ്റെ മുറിപ്പാടുകൾ കാണണം, അവൻ്റെ മുറിവിൻ്റെ ആഴം വിരലിട്ടളക്കണം, വിലാപ്പുറത്ത് കൈവച്ച് എനിക്ക് ഉറപ്പിക്കണം, നിങ്ങൾ കണ്ടത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ തന്നെയാണെന്ന്. അങ്ങനെ വരുമ്പോൾ തോമാസ് ശ്ലീഹായ്ക്ക് ഉത്ഥാനത്തിൽ സംശയമില്ല. ഉത്ഥിതനെ, നിങ്ങൾ ഈ പറയുന്നയാൾ ക്രൂശിക്കപ്പെട്ടവൻ തന്നെയാണോ? ഈശോ മരിച്ചുവെന്നുള്ളതിൻ്റെ ആദിമസഭയിലെ ഒരു തെളിവാണ് വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി എന്നുള്ളത്. അതുകൊണ്ട് തോമാസ് ശ്ലീഹായുടെ അവസാനത്തെ ആഗ്രഹം അതാണ്, അവൻ്റെ പാർശ്വത്തിൽ കൈവയ്ക്കണം. നിങ്ങൾ കണ്ടത് വെറും വിഭ്രാന്തിയാണോ, അതോ ക്രൂശിക്കപ്പെട്ടവനെ തന്നെയാണോ? പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഈശോ അയാൾക്ക് വേണ്ടി മാത്രം വരികയാണ്. സ്നേഹം കൊണ്ട്, വ്യക്തിപരമായ ബന്ധം കൊണ്ട് തന്നെ പരാജയപ്പെടുത്തുന്ന കർത്താവിൻ്റെ മുമ്പിൽ തോമാസ് ശ്ലീഹ ആ കർത്താവിനോടുള്ള ബന്ധം പ്രഖ്യാപിക്കുകയാണ്. മൈ ഗോഡ്, മൈ ലോർഡ്, നീ എൻ്റെ കർത്താവാണ്, നീ എൻ്റെ ദൈവമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് മുട്ടുകുത്തി നിൽക്കാം. നമുക്ക് മുട്ടുകുത്തി നിന്ന് കരങ്ങൾ കൂപ്പി ഈ ക്രിസ്തുവിനെ നോക്കി ഹൃദയ പരമാർത്ഥതയോടെ പറയാം, എൻ്റെ കർത്താവേ, എൻ്റെ നല്ല ഇടയ, എൻ്റെ ഈശോയെ, എൻ്റെ സർവസ്വവുമേ. എൻ്റെ കർത്താവേ, എൻ്റെ നല്ലിടയ, അങ്ങേക്കെന്നെന്നും ആരാധന. എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ നല്ലിടയ, അങ്ങേക്കെന്നെന്നും ആരാധന. ആഹാ എൻ്റെ കർത്താവേ, എൻ്റെ നല്ലിടയ, അങ്ങേക്കെന്നെന്നും ആരാധന. എൻ്റെ കർത്താവേ. കർത്താവേ, നിന്റെ ആശീർവാദത്തിനായിട്ട് ഞങ്ങൾ ഒരുങ്ങട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ
ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, ഒന്നു തൊട്ടാൽ മതി, നിന്റെ നോട്ടം മതി, ഞാൻ സുഖമാകുവാൻ നാഥാ. നിൻ സ്തുതി പാടുവാൻ നാഥാ. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, ദിവ്യകാരുണ്യമേ, കൃപ മാത്രം മതി, അങ്ങേ കൃപ മാത്രം മതി. കർത്താവേ, എന്റെ ഭവനത്തിൽ നീ വരണേ, എന്റെ മക്കളെ കാക്കണമേ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.